മൊബൈലിൽ ഗെയിം കളിക്കുന്നത് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ലോഗോ എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ഒരു ലോഗോ വരപ്പോൾ തന്നെ നമുക്കറിയാം ആ ഒരു ഗെയിം ഭയങ്കര അടിപൊളിയായിരിക്കും എന്ന്. നമ്മുടെ സ്മാർട്ട് ഫോണിൽ കമ്പ്യൂട്ടറിലും പ്ലേ സ്റ്റേഷനിലും കളിക്കുന്ന ഗെയിമിന്റെ അതേ ഫീല് കൊണ്ടുവന്ന ഒരു ഗെയിം ഡെവലപ്പിംഗ് കമ്പനിയാണ് ഗെയിം ലോഫ്റ്റ്. ആസ്പോൾട്ട്, നോവ, മോഡേൺ കോമ്പാക്ട് 5 ഇതേപോലത്തെ നമ്മുടെ ആൻഡ്രോയിഡ് എറയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ആൻഡ് മോസ്റ്റ് പ്ലേഡ് ആയിട്ടുള്ള എന്താ പറയുക ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ ഗെയിമുകൾ തന്നിട്ടുള്ള ഒരു കമ്പനി. പക്ഷെ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഗെയിം ഡെവലപ്പിംഗ് കമ്പനീനെ ഒരിടത്തും കാണാനുമില്ല. ഇവരുടെ ഗെയിമുകളും പോപ്പുലർ അല്ല. പണ്ടൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് 2021 ഒരു ഫോണിൻ്റെ അകത്ത് ഒരു ഗെയിം കളിക്കപ്പോൾ അതിൻ്റെ ആദ്യം ഗെയിം ലോഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ലോഗോ എഴുതി വരപ്പോൾ നമുക്കൊരു ഫീലാണ് ലൈക്ക് അതൊരു ഗെയിം ലോഫ്റ്റിന്റെ ഗെയിം എന്ന് പറയപ്പോൾ തന്നെ ഭയങ്കര അടിപൊളിയാണ്. ഈവൻ ആൻഡ്രോയിഡ് ഗെയിമുകൾ വിട്ടോ, പണ്ട് നമ്മുടെ ജാവ ഫോണുകളിൽ അല്ലെങ്കിൽ നോക്കിയുടെ ഒക്കെ പഴയ ജാവ ഫോണുകളിലൊക്കെ ഇഷ്ടം പോലെ ഗെയിമുകൾ കൊണ്ടുവന്നിട്ടുള്ള വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ആൻഡ് മോസ്റ്റ് പോപ്പുലർ ഗെയിം ഡെവലപ്പിംഗ് കമ്പനിയാണ് ഗെയിം ലോഫ്റ്റ്. ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു കമ്പനിക്ക് എന്താണ് പറ്റിയത് അല്ലെങ്കിൽ ഈ ഒരു കമ്പനിയുടെ ഒരു ഹിസ്റ്ററിയാണ് പറഞ്ഞുതരാൻ പോണേ. ലൈക്ക് ലാസ്റ്റ് നമ്മൾ ടെമ്പിൾ റണ്ണിന്റെ വീഡിയോ ഇട്ടു, അപ്പോൾ കുറെ പേർക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ടെമ്പിൾ റൺ ഇങ്ങനെയൊക്കെ ആയിരുന്നു അല്ലെങ്കിൽ ടെമ്പിൾ റണ്ണിന്റെ കറന്റ് സിറ്റുവേഷൻ ഇതൊക്കെയാണെന്ന്. ഇന്ന് നമുക്ക് ഗെയിം ലോഫ്റ്റിന്റെ കറന്റ് സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നോക്കാം. ദ ഒറിജിൻ 1999 മൈക്കൽ ഗിൽമോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഗെയിം ലോഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഗെയിം ഡെവലപ്പിംഗ് കമ്പനീനെ ഫൗണ്ട് ചെയ്തത്. ഇതൊരു കോ ഫൗണ്ട് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇനി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ട് പറഞ്ഞുതരാം. ഈ ഗിൽമോട്ട് ഫാമിലി തന്നെയാണ് യൂബി സോഫ്റ്റ് ഓൺ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ വളരെ റിലവന്റ് ആയിട്ടുള്ള ഫാർ ക്രൈ പോലെയുള്ള ഇഷ്ടംപോലെ ഗെയിമുകൾ ഇപ്പോഴും കമ്പ്യൂട്ടറിൽ ആളുകളൊക്കെ ഇഷ്ടംപോലെ കളിക്കുന്ന മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള യൂബി സോഫ്റ്റ് കോ ഫൗണ്ട് ചെയ്തതും ഈ മൈക്കൽ ഗിൽമോട്ടാണ്. ഈ ഒരു ഗെയിം ഡെവലപ്പിംഗ് കമ്പനി ഡെവലപ്പ് ചെയ്തിട്ടുള്ള പല ഗെയിമുകൾക്കും ഒരു AAA DNA എപ്പോഴും ഉണ്ടായിരുന്നു. അത് നിങ്ങൾ ഏത് ഗെയിം എടുത്തു കഴിഞ്ഞാലും ഒരു കമ്പ്യൂട്ടറിൽ നമ്മൾ കളിക്കുന്ന അല്ലെങ്കിൽ പ്ലേ സ്റ്റേഷനിലൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഹാലോ പോലത്തെ ഗെയിമുകളുടെയൊക്കെ ഒരു എലമെന്റ് ഇവരുടെ എല്ലാ ഗെയിമുകൾക്കും കാണും ഫോണിൽ കളിക്കുന്നത്. ഫസ്റ്റ് നമ്മുടെ സ്മാർട്ട് ഫോണിലൊക്കെ ഒരു എന്താ പറയട്ടെ ഇന്റൻസീവ് ആയിട്ടുള്ള ഗ്രാഫിക്സ് ഒക്കെ ഉള്ള അല്ലെങ്കിൽ ഭയങ്കര അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഗെയിം ഡെവലപ്പിംഗ് കമ്പനിയും കൂടിയാണ് ഇവർ. 2001, 2, 3 ആയപ്പോഴത്തേക്കും ഇനി വരാൻ പോകുന്ന എറയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കളിക്കുന്ന ഗെയിം മൊബൈൽ ഗെയിംസ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ ഗെയിമുകളായിരിക്കും. സ്മാർട്ട് ഫോൺ ഒന്നും ഇറങ്ങിയിട്ടില്ല, മൊബൈൽ ഗെയിമുകളായിരിക്കും എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്ത വൺ ഓഫ് എ കൈൻഡ് കമ്പനിയാണ് ഗെയിം ലോഫ്റ്റ്. ഗെയിം ലോഫ്റ്റ് എന്ന കമ്പനി ഇത്രയും സക്സസ്ഫുൾ ആവാനായിട്ട് അവർക്ക് ഒരു മേജർ സാധനം ഉണ്ടായിരുന്നു, അവരുടെ ഡിസ്ട്രിബ്യൂഷൻ. അവരുടെ ഗെയിമുകളെല്ലാം അടിപൊളിയാണെന്ന് ഞാൻ ഒരിക്കലും ക്ലെയിം ചെയ്യില്ല, കുറെ ഗെയിമുകളും ഉണ്ട്. പക്ഷെ അവരുടെ ഡിസ്ട്രിബ്യൂഷൻ ഭയങ്കര അടിപൊളിയാണ്. കാരണം ആദ്യം തന്നെ ഗെയിം ലോഫ്റ്റ് ആ സമയത്ത് ഫോണുകൾ ഇറക്കിക്കൊണ്ടിരുന്ന വൺ ഓഫ് ദ ടോപ്പസ്റ്റ് ബ്രാൻഡുകളുമായിട്ട് കൊളാബറേറ്റ് ചെയ്തു. നോക്കിയ, സാംസങ്, പിന്നെ ടെലികോം ഓപ്പറേറ്റേഴ്സ്. സോ ആ സമയത്ത് നമ്മുടെ ഫോണൊക്കെ, അതായത് ചെറിയ ഈ നോക്കിയുടെ ടച്ച് സ്ക്രീൻ ഇല്ല ആ സമയത്ത്, നമുക്ക് ഫിംഗർ ടച്ച് ഇല്ല, നമുക്കൊരു പെൻസിലുണ്ട്, ആ പെൻസിൽ വെച്ച് തൊട്ട് കഴിഞ്ഞാൽ ഈ ഫോൺ വർക്ക് ആവും. നോക്കിയുടെ ഇഷ്ടംപോലെ ഫോണുകൾ ഇറങ്ങിയിട്ടുണ്ട്. നോക്കിയുടെ പല ഫോണുകളിലും പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് ഗെയിം ലോഫ്റ്റിന്റെ അസാസിൻ ക്രീഡ് പോലെയുള്ള ഗെയിമുകൾ വരാൻ തുടങ്ങി. ടെക്നിക്കലി അവരവിടെ ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരു ഫോൺ എടുത്തിട്ട് ഓരോ കാറ്റഗറി വൈസ് ആയിട്ട് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയി ഗെയിംസ് എന്ന സെക്ഷൻ എടുത്ത് ഗെയിം സെലക്ട് ചെയ്ത് ഗെയിം കളിക്കപ്പോൾ ആദ്യം ഗെയിം ലോഫ്റ്റ് എന്ന ലോഗോ വരുന്നു. അതിന്റെ കൂടെ തന്നെ ഓട്ടോമാറ്റിക്കലി ആ ഫോൺ ഉപയോഗിക്കുന്ന ആള് അവരുടെ ടൈം പാസിന് വേണ്ടിയിട്ട് ഗെയിം കളിച്ച് ട്രൈ ചെയ്യുന്നത് ഇവരുടെ ഈ ഗെയിമുകളിലാണ്. അന്നത്തെ കാലത്ത് ഈ ആപ്പ് സ്റ്റോർ, പ്ലേ സ്റ്റോർ സാധനങ്ങളൊന്നും ഇല്ലല്ലോ. നമുക്ക് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് കുറച്ച് ഗെയിമുകൾ വരും, ആ ഗെയിമുകൾ കളിക്കാം. 2010 ആയപ്പോഴത്തേക്കും ഗെയിം ലോഫ്റ്റ് ആയിരുന്നു മോസ്റ്റ് ട്രസ്റ്റഡ് ആൻഡ് കോമ്പറ്റീറ്റേഴ്സിനെ എല്ലാം അട്ടിമറിച്ചുകൊണ്ട് ടോപ്പ് ആയിട്ടുള്ള ഗെയിമിംഗ് കമ്പനി ഫോർ സ്മാർട്ട് ഫോൺസ് ഓർ ഫോൺസ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇവരുടെ ഒരു വൺ ഓഫ് എ കൈൻഡ് സ്ട്രാറ്റജിയാണ്. സി, ഗെയിം ലോഫ്റ്റ് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഗെയിം പോലും ഒരു പുതിയ ഐഡിയ അല്ല. ഓൾറെഡി മാർക്കറ്റിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഐഡിയാസിന്റെ റെപ്ലിക്കാസ് ആണ് അവർ കൊണ്ടുവന്നിട്ട് ഇത്രയും ആളുകളെ കൊണ്ട് കളിപ്പിച്ചു തുടങ്ങിയത്. ഫോർ എക്സാമ്പിൾ, ഗാങ്സ്റ്റർ വികാസ് എന്ന് പറഞ്ഞിട്ടൊരു ഗെയിമുണ്ട്. അതായത് അന്ന് നമ്മുടെ GTA അല്ലെങ്കിൽ സാൻ ആൻഡ്രിയാസോ ഒന്നും ഫോണിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. എന്ന ആളുകൾക്കൊക്കെ ഭയങ്കര ആഗ്രഹമാണ് കമ്പ്യൂട്ടറിൽ കളിക്കുന്ന GTA, സാൻ ആൻഡ്രിയാസോ, വൈസ് സിറ്റിയോ പോലുള്ള ഗെയിമുകൾ നമ്മുടെ ഫോണിലേക്ക് കളിക്കാൻ. അതിന്റെ ഒരു എക്സ്പീരിയൻസ്, അതായത് GTA, വൈസ് സിറ്റിയുടെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് തന്നത് ഗാങ്സ്റ്റർ സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗെയിം വഴിയാണ്. ഇനി നമ്മുടെ കമ്പ്യൂട്ടറിലും പ്ലേ സ്റ്റേഷനിലും കളിച്ചുകൊണ്ടിരുന്ന ഹാലോ എന്ന ഗെയിമിന്റെ ഒരു റിപ്പ് ഓഫ് വേർഷൻ ആണ് നോവ എന്ന് പറഞ്ഞിട്ടുള്ള ഗെയിം. എല്ലാം പോട്ടെ, അന്നത്തെ കാലത്ത് നല്ല പൈസ ഉള്ളവർ മാത്രം കളിച്ചുകൊണ്ടിരുന്ന പ്ലേ സ്റ്റേഷനിലും കമ്പ്യൂട്ടേഴ്സിലൊക്കെ കളിച്ചുകൊണ്ടിരുന്ന കോൾ ഓഫ് ഡ്യൂട്ടി നമ്മുടെ ഫോണിൽ കളിക്കാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഫോണിൽ ആ ഒരു ഗെയിം എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ നമുക്കൊരു ഫീല് തന്നത്, ഒരു എക്സ്പീരിയൻസ് തന്നത് മോഡേൺ കോമ്പാക്ട് 5 ആണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഗെയിം ലോഫ്റ്റിന്റെ ഏറ്റവും വലിയ സ്ട്രാറ്റജി ആളുകൾക്ക് എന്ത് വേണമെന്ന് മനസ്സിലാക്കി ഓൾറെഡി വർക്ക് ആയിട്ടുള്ളത്, സക്സസ്ഫുൾ ആയിട്ടുള്ളതായിട്ടുള്ള ഐഡിയാസിനെ എടുത്തിട്ട് അവരുടെ രീതിയിൽ ട്വീക്ക് ചെയ്ത് അവർ സ്മാർട്ട് ഫോണിലേക്ക് ലോഞ്ച് ചെയ്തു. പിന്നെ അവർ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ
എല്ലാ ഗെയിമുകളും സൂപ്പർ ഒപ്റ്റിമൈസ്ഡ് ആയിരുന്നു. ഇപ്പോൾ ഗ്രാഫിക്സ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ ഗ്രാഫിക്സ് വളരെ ക്ലീൻ ആയിട്ട് അവർ പ്രൊവൈഡ് ചെയ്തു, ലാഗോ കാര്യങ്ങളൊന്നും ഇല്ലാതെ. ചെറിയ ചെറിയ മിഷൻസ് കൊണ്ടുവന്നിട്ട് നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ആ ഗെയിം പ്രോഗ്രസ് ചെയ്യാൻ പറ്റി. പിന്നെ ഭയങ്കര ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർ ഒപ്റ്റിമൈസ് ചെയ്തു. ഇതെങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിഞ്ഞൂടെ. ഗെയിം ലോഫ്റ്റിന്റെ ഓരോ ഗെയിമുകളും ഭയങ്കര ഫെമിലിയർ ആയിരുന്നു നമുക്ക്. അതായത് നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് പ്രോസസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇന്നിറങ്ങുന്ന പല സ്മാർട്ട് ഫോൺ ഗെയിമുകളും ചില സമയത്ത് എങ്ങനെ കളിക്കണമെന്ന് നമ്മളിങ്ങനെ സ്റ്റക്കായി പോകും. അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇല്ല. നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ട് നമ്മുടെ ഫോണുകളിലെല്ലാം കളിക്കാൻ പറ്റുന്ന ഇഷ്ടം പോലെ ഗെയിമുകൾ. എൻ്റെ ഗെയിം ലോഫ്റ്റിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിം എന്ന് പറഞ്ഞാൽ ആസ്ഫോൾട്ട് 7 ആയിരുന്നു. ആസ്ഫോൾട്ട് 7 ഹീറ്റ്. ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോണി എക്സ്പീരിയ എമ്മിന്റെ അകത്ത് ആസ്ഫോൾട്ട് 7 ഹീറ്റ് വർക്ക് ആവില്ലായിരുന്നു. അപ്പോൾ പിന്നീട് ഞാൻ അപ്ഗ്രേഡ് ചെയ്തൊരു ഫോൺ എന്ന് പറഞ്ഞാൽ സോണി എക്സ്പീരിയ C3 ആയിരുന്നു. അപ്പോൾ C3-കകത്താണ് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു ആസ്ഫോൾട്ട് 7 ഹീറ്റ് കളിക്കുന്നത്. എൻ്റെ അമ്മ ഒരു രക്ഷയില്ലാത്ത ഗെയിമായിരുന്നു. ആ കാലത്ത് അത് കളിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന സന്തോഷം, ഡോപ്പമൈൻ ഹിറ്റ് എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല. 2011 വരെ ഗെയിം ലോഫ്റ്റിന് സുവർണ സമയമായിരുന്നു. ഈ 2012 മുതൽ 2016 വരെയുള്ള കാലഘട്ടം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഓരോ മാസങ്ങളിലും പുതിയ പുതിയ ടെക്നോളജീസ് ഇവോൾവ് ആവുന്ന സമയമായിരുന്നു. ആ സമയത്താണ് ഫ്രീ ടു പ്ലേ ഗെയിമിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം അവർ ലോഞ്ച് ചെയ്തത്. അപ്പോൾ ഫ്രീ ടു പ്ലേ ഗെയിമിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലാഷ് ഓഫ് ക്ലാൻ ഒക്കെ പോലെയുള്ള പ്രോഗ്രസീവായിട്ട് ആളുകൾക്ക് ഒരു അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു ലെവൽ ഓഫ് ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഗെയിമുകൾ, ഇതിലേക്ക് നമ്മുടെ ഗെയിം ലോഫ്റ്റിന് എത്തിപ്പെടാൻ പറ്റില്ല. ഗെയിം ലോഫ്റ്റ് എപ്പോഴും ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വർക്ക് ആയിട്ടുള്ള ഐഡിയാസിനെ എടുത്ത് അതിൻ്റെ ഒരു റെപ്ലിക്ക പോലെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിനെ ലോഞ്ച് ചെയ്ത് സെല്ല് ചെയ്ത് പൈസ കൂട്ടുക അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഗെയിം ലോഫ്റ്റിന്റെ സ്ട്രാറ്റജി. ആ സമയത്ത് ക്ലാഷ് ഓഫ് ക്ലാൻസ്, അതുപോലെ തന്നെ കാൻഡി ക്രഷ്, ഇതേപോലുള്ള ഫ്രീ ടു പ്ലേ ഗെയിമുകൾ വന്നു. ഈ ഫ്രീ ടു പ്ലേ ഗെയിമിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ അത് ഭയങ്കര കോമ്പൗണ്ടിങ് ആണ്. അതായത് ഒരു ദിവസം നമ്മൾ ഒരാളുടെ ഫോണിലേക്ക് ഈ ഒരു ഗെയിം ഇൻസ്റ്റാൾ ചെയ്തു എന്ന് വെച്ചോ, അയാൾ മേ ബി 3, 4, 5 വർഷമൊക്കെ കളിക്കും. ഇന്നും ക്ലാഷ് ഓഫ് ക്ലാൻസും കാൻഡി ക്രഷിന്റെ അകത്തൊക്കെ സ്കോറുകൾ കൂട്ടുന്നതും ക്ലാഷ് ഓഫ് ക്ലാൻസിന്റെ വലിയ വില്ലേജ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഗെയിം ലോഫ്റ്റിന്റെ മൈൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനം ഉണ്ടാക്കുക, പുതിയ ഗെയിം ഉണ്ടാക്കുക, അത് വിൽക്കുക, പൈസ ഉണ്ടാക്കുക. പക്ഷേ ആ സമയത്ത് ഇമേജ് ആയി വന്നുകൊണ്ടിരുന്ന മാർക്കറ്റ് എന്താണെന്ന് വെച്ചാൽ പ്ലേയേഴ്സിനെ എത്ര നാൾ അവന് കൈയും കാലും ഉണ്ടോ അത്രയും നാളും അവനെ കൊണ്ട് ആ ഗെയിം കളിപ്പിക്കുക എന്നുള്ളത്. ഇപ്പോൾ പബ്ജി മൊബൈൽ കളിക്കുന്ന എന്താണോ ആ സെയിം പരിപാടി. ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഗെയിം ലോഫ്റ്റിന് പിന്നെ ഇതിനകത്തുനിന്ന് ബിസിനസ് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലായി. കാരണം ടെൻസെന്റ് ലോഞ്ച് ചെയ്തു, ചൈനീസ് കമ്പനി. പിന്നെ ആക്ടിവിഷൻ മൊബൈലിലേക്ക് വന്നു, സൂപ്പർ സെല്ല് വന്നു. ഇവരൊക്കെ കൊണ്ടുവരുന്ന ഗെയിമുകൾ കുറച്ചുകൂടി അഡിക്റ്റീവ് ആയിട്ടുള്ള ഗെയിമുകളായി. ആൻഡ് ഒരു ലൈക്ക് ഇ സ്പോർട്സ് അല്ലെങ്കിൽ മൊബൈൽ ഗെയിമിംഗ് എന്ന് പറഞ്ഞ ഇൻഡസ്ട്രിയുടെ തന്നെ ഒരു എറ മാറി, ലൈക്ക് ഒരു സിറ്റുവേഷൻ മൊത്തത്തിൽ മാറി. പബ്ജി മൊബൈൽ ആണെന്നുണ്ടെങ്കിൽ അവരൊരു കമ്മ്യൂണിറ്റി കൊണ്ടുവന്നു. ഇ സ്പോർട്സ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു കരിയർ ഓപ്പൺ ആയി. ക്ലാഷ് ഓഫ് ക്ലാൻസ് ആണെന്നുണ്ടെങ്കിൽ ലോങ് ടേം പ്രോഗ്രഷൻ അതിനകത്ത് വന്നു. അതായത് ലോങ് ടേമിലും അവർക്കൊരു ഇൻവെസ്റ്റ്മെന്റ് പോലെ അല്ലെങ്കിൽ അവർക്കൊരു അസറ്റ് പോലെ അവർക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. ഇനി കോൾ ഓഫ് ഡ്യൂട്ടി മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ, പുതിയ പുതിയ അപ്ഡേറ്റുകൾ കൊണ്ടുവരാൻ തുടങ്ങി. ഈ സമയത്തെല്ലാം നമ്മുടെ ഗെയിം ലോഫ്റ്റ് ഗെയിമുകൾ പലതും ഇറക്കുന്നുണ്ടെങ്കിലും ഇതിനൊന്നും മാർക്കറ്റിൽ ഒരു വലിയൊരു ഹിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റാതെ പോകുന്നതാണ് സിറ്റുവേഷൻ. 2016 ആയപ്പോൾ വിവൻഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി വന്നിട്ട് ഗെയിം ലോഫ്റ്റിനെ ഓൺ ചെയ്തു, അല്ലെങ്കിൽ ഗെയിം ലോഫ്റ്റ് എന്ന കമ്പനീനെ ടേക്ക് ഓവർ ചെയ്തു. ആ സമയത്ത് ആദ്യം നമ്മുടെ ഈ ഗെയിം ലോഫ്റ്റ് എന്ന കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ബോർഡ് ഓഫ് മെമ്പേഴ്സിലുള്ള പലരും തന്നെ ആ കമ്പനി വിട്ടുപോവുകയും അവർ ടെൻസെന്റ് പോലുള്ള പല ഡെവലപ്പിംഗ് കമ്പനിയിലേക്ക് മാറുകയും ഗെയിം ലോഫ്റ്റിന് ഇന്റേണലി ഒരു രീതിയിലും പ്രോഗ്രസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവരുടെ ബിസിനസ് ആൻഡ് അവരുടെ സ്ട്രാറ്റജി, അവരുടെ മാനേജ്മെന്റ് എല്ലാം താഴെ ഇടിഞ്ഞു വീഴുക. അതായത് ഗെയിം ലോഫ്റ്റിന് എവിടെ പിഴവ് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ഗെയിം ലോഫ്റ്റ് എന്ന് പറഞ്ഞാൽ കൺസോൾ ക്വാളിറ്റി ഗെയിം നമ്മുടെ മൊബൈലിൽ കിട്ടുന്നു എന്നതായിരുന്നു ഗെയിം ലോഫ്റ്റിന്റെ പരിപാടി. ഇന്ന് കുറെ ഗെയിമുകൾ ഇറക്കുന്ന കുറെ ഡെവലപ്പിംഗ് കമ്പനീസ് ഉണ്ട്. അതേപോലെ ഒരു ഡെവലപ്പിംഗ് കമ്പനിയാണ് ഗെയിം ലോഫ്റ്റ്. ഇമാങ്കി സ്റ്റുഡിയോസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഗെയിം ലോഫ്റ്റ് ഇസ് ഫാർ ബെറ്റർ. കാരണം ഗെയിം ലോഫ്റ്റ് കംപ്ലീറ്റ്ലി താന്നു പോയിട്ടില്ല എന്നുണ്ടെങ്കിലും അവർക്ക് ഇപ്പോഴും പുതിയ പുതിയ ഗെയിമുകൾ ട്രൈ ഔട്ട് ചെയ്യാനുള്ള പവർ ഉണ്ടാവുന്നത് ഡിസ്നി ആയിട്ടുള്ള ലോങ് ടേം കൊളാബറേഷൻ അവർക്കുണ്ട്. അതുപോലെ തന്നെ ആസ്ഫോൾട്ട് പോലെയുള്ള ലൈക്ക് ഇന്നും ആളുകൾക്ക് ഒരു ഫോണിനകത്ത് ഒരു റേസിംഗ് ഗെയിം കളിക്കണമെന്നുണ്ടെങ്കിൽ ആസ്ഫോൾട്ട് ആയിരിക്കും അവരുടെ മനസ്സിൽ ആദ്യം വരുന്നത്. ഇങ്ങനെയുള്ള ചില ഗെയിമുകൾ ഇപ്പോഴും അവരെ പിടിച്ചു നിർത്തുന്നുണ്ട്. സോ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ലൈക്ക് ഗെയിം ലോഫ്റ്റ് എന്ന ബ്രാൻഡ് ഒരിക്കലും മരിച്ചു പോയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് നശിച്ചു പോയെന്ന് പറയാൻ പറ്റില്ല. പുതിയ വരുന്ന അഗ്രസീവ് ആയിട്ടുള്ള എമേർജ് ആവുന്ന മാർക്കറ്റുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ ഗെയിം ലോഫ്റ്റിന് പറ്റിയില്ല. അപ്പോൾ ലൈക്ക് ടെക്നിക്കലി ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ പ്ലേ സ്റ്റോർ എടുത്തിട്ട് ഗെയിം ലോഫ്റ്റ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഗെയിമുകൾ വരുന്നുണ്ട്. പക്ഷേ കൺകറന്റ് പ്ലേയേഴ്സ് ഇല്ല, അത് ഒരുപാട് പേര് കളിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നം ഒഴിച്ചു കഴിഞ്ഞാൽ ദേ ആർ സ്റ്റിൽ ദെയർ. പക്ഷേ നമ്മൾ ഒരു കാലത്ത് ഒരുപാട് കളിച്ച് വളർന്ന നമ്മുടെ ഐക്കോണിക്, അതിപ്പോൾ ജെൻസി പിള്ളേർക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന എനിക്കറിഞ്ഞൂടെ, ലൈക്ക് നമ്മുടെയൊക്കെ ആ കാലത്ത് ഈ ടച്ച് സ്ക്രീൻ ഒന്നും ഇല്ല, മറ്റേ ടൈപ്പ് ഫോണൊക്കെ ഉള്ളൂ. ആ ഫോണിൻ്റെ അകത്തും കുറെ നല്ല നല്ല ഗെയിം തന്നിട്ടുള്ള ഒരു ഐക്കോണിക്, മോസ്റ്റ് വാല്യൂബിൾ ആൻഡ് ലൈക്ക് ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. അപ്പോൾ ആ ഒരു ബ്രാൻഡ് ഇങ്ങനെ പോകുന്നതിൽ കുറെ ഇങ്ങനെ ഗെയിമുകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് കുറെ വിഷമങ്ങളുണ്ട്. ബട്ട് സ്റ്റിൽ വി ഡു ഹാവ് ഹോപ്പ്. എൻ്റെ വീഡിയോസ് പല CEOസും ഫൗണ്ടേഴ്സും ഒക്കെ കാണുന്നതായിട്ട് എനിക്കറിയാം. എനിക്ക്
അതിൻ്റെ മെസ്സേജുകളും ഇമെയിൽസ് ഒക്കെ പലപ്പോഴായിട്ട് വരാറുണ്ട്. സോ ഇഫ് someone from Gameloft is watching this video, we really hope that you guys will come back with a very good game like Modern Combat 5 or Asphalt. So let's hope for the best. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. Gameloftനെ പറ്റിയിട്ട് ജസ്റ്റ് എനിക്ക് പറയണമെന്ന് തോന്നി. ഇതേപോലെ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ സ്പെസിഫിക് ബ്രാൻഡുകളെ പറ്റി സംസാരിക്കണമെന്നുണ്ടെങ്കിൽ just let me know. It would be fun to do such videos. So thank you so much for watching and അടുത്ത വീഡിയോ കാണാം.